ഹായ് ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഡാൽഗോണ കോഫി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. ഇതുണ്ടാക്കിയവരധികവും പറയുന്നത് നല്ല കയ്പ്പ് രുചിയാണ് ഇത് എന്നാണ്. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോഫി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആരായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നെസ്കഫയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, അപ്പോൾ അതെടുക്കുക. പിന്നെ അതിലേക്ക് അതിൻ്റെ നേരെ ഇരട്ടിയാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ 1 ടീസ്പൂണ് കോഫി പൗഡറിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ നല്ല കയ്പ്പ് രുചിയായിരിക്കും കേട്ടോ. പിന്നെ അതേ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവരുത്, അപ്പോൾ നമ്മളുടെ ഇത് സ്റ്റിഫായി കിട്ടില്ല. പിന്നെ നമുക്കിതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ കുറേ ടൈം പിടിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോഫി പൗഡറിൽ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടിപ്പോയാൽ നമുക്ക് ഇതുപോലത്തെ വിപ്പ്ഡ് ക്രീമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിനുള്ള അളവാണ് ഞാൻ കോഫി മിക്സ് റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കണ്ടൻസ് മിൽക്ക് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു കയ്പ്പ് രുചി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുക്കരുത്, 1/4 ഭാഗം പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഭാഗം നമ്മുടെ ഈ വിപ്പ് ചെയ്തിട്ടുള്ള കോഫി മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ഭാഗം പാലും 1/2 ഭാഗം കോഫി മിക്സും ചേർത്താൽ എന്തായാലും കയ്പ്പ് രുചി വരും. ഇതുപോലെ ചെയ്തെടുത്താൽ ഒട്ടും അങ്ങനെ വരില്ല. അതുപോലെ പാലിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയോ, നല്ല ടേസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡാൽഗോണ കോഫി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.